ശ്രീ കിരൺ റിജിജു ഗുരുദ്വാര ശ്രീ രക്കാബ്ഗഞ്ച് സാഹിബിൽ PM വികാസ് യോജനയിൻ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂനപക്ഷകാര്യ പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ കിരൺ റിജിജുവും ഡൽഹി സർക്കാർ മന്ത്രി ശ്രീ മഞ്ജീന്ദർ സിംഗ് സിർസയും ന്യൂഡൽഹിയിലെ ഗുരുദ്വാര ശ്രീ രക്കാബ്ഗഞ്ച് സാഹിബ് ജിയിൽ 2025 മാർച്ച് 29 പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പൈതൃക സംവർദ്ധനം PM വികാസ് യോജനയിൻ കീഴിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. PM വികാസ് യോജന ലക്ഷ്യമിടുന്നത് നൈപുണ്യ വികസനം, തൊഴിൽ സൃഷ്ടിക്കൽ, സാമ്പത്തിക സഹായം എന്നിവയിലൂടെ ന്യൂനപക്ഷ സമുദായത്തെ ശാക്തീകരിക്കുക എന്നതാണ്. ഈ പദ്ധതി ഡൽഹിയിലെ ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി DSGMC ആയിരിക്കും നടപ്പിലാക്കുക. ഈ പദ്ധതിയിൽ നിന്ന് മൊത്തം 31,600 യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കും. ഇതിൽ 29,600 യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനവും 2,000 യുവാക്കൾക്ക് വിദ്യാഭ്യാസ സഹായവും ലഭിക്കും. ये दिल्ली में जो आज मॉडल जो हमने अपनाया है, जो MOU साइन किया है, ऐसा मॉडल पंजाब में हो और कहीं और भी हो, जहाँ सिखों का पॉपुलेशन है, जहाँ सिखों का कम्युनिटी जिस भी जगह में है हिंदुस्तान के अंदर में, वहाँ भी इस तरह का कार्यक्रम को आगे ले जाने का हम प्रयास करेंगे. और मैं खास करके दिल्ली सिख गुरुद्वारा मैनेजमेंट कमेटी को अभिनंदन करना चाहता हूँ. हमारा सोच को आपने इतना खूबसूरत आपने शेप दिया है. इस कार्यक्रम को आगे ले जाने के लिए जो आपने हमारा स्कीम को अपनाया है, इससे हजारों लाखों सिख जो युवा है उसको जिंदगी में बहुत बड़ा फल मिलने वाला है. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം, ഭാരത സർക്കാർ, ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി DSGMCയുമായി ഈ പദ്ധതി ആരംഭിക്കുന്നതിനായി ധാരണാപത്രം ഒപ്പുവെച്ചു. ഈ സംരംഭത്തിനായി DSGMC ഡൽഹി സർക്കാരുമായി ഏകോപനവും നടത്തും. അതുവഴി യുവാക്കൾക്ക് പരിശീലനം മാത്രമല്ല, ഗുണഭോക്താക്കൾക്ക് സ്റ്റൈപ്പൻഡ്, സാമ്പത്തിക സഹായം എന്നിവയും ലഭിക്കും. ഈ സംരംഭം ന്യൂനപക്ഷ സിഖ് സമുദായത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന് സഹായകരമാകുമെന്ന് മാത്രമല്ല, അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയും ചെയ്യും. PM വികാസ് യോജനയിൻ കീഴിൽ യുവാക്കൾക്ക് വ്യവസായാധിഷ്ഠിത ജോലികൾക്കായി പരിശീലനം നൽകും. അതിൽ AI ഡാറ്റ സയന്റിസ്റ്റ്, 5G അധിഷ്ഠിത ടെലികോം ടെക്നീഷ്യൻ, AR/VR ടെക്നിക്കൽ ആർട്ടിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ, സോളാർ PV ഇൻസ്റ്റോളർ മുതലായവ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ നൈപുണ്യ പരിശീലനം നേടുന്ന യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭ്യമാക്കും. ഈ പദ്ധതി രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ വികസനത്തിലേക്കുള്ള ശക്തമായ ഒരു ചുവടുവയ്പ്പാണ്. ഈ സംരംഭം ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുക മാത്രമല്ല, ആഗോളതലത്തിൽ അതിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം, ഭാരത സർക്കാർ. പങ്കാളിത്തത്തിൽ നിന്ന് നേട്ടം.